ലിനാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മാമ്പഴ സീസണിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയായ മാംഗോ ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചെറുതായൊന്ന് വറുത്തെടുക്കണം. ഗോതമ്പ് പൊടിയുടെ റോ ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഗോതമ്പ് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വറുത്തെടുക്കാൻ. ഇത് ഒരു 2-3 മിനിറ്റ് വറുത്താൽ മതി. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ ഐസ്ക്രീം തയ്യാറാക്കാൻ വേണ്ടി 250 ml പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഇത് കുറച്ച് കുറുക്കിയെടുക്കണം. ഇപ്പോൾ പാല് എടുത്തതിനേക്കാളും അളവ് കുറഞ്ഞിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി കുറച്ച് പാലും കൂടി ചേർത്ത് കട്ടയില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഗ്യാസ് ഓണാക്കി ഈ ഗോതമ്പ് മാവ് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരുമിച്ച് ഒഴിക്കാൻ പാടില്ല, ഇത് പെട്ടെന്ന് കട്ടയാകും. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. 3-4 മിനിറ്റ് തിളക്കുമ്പോഴത്തേക്കും ഇത് പാകത്തിന് കുറുകിയിട്ടുണ്ടാവും. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഈ ഐസ്ക്രീം തയ്യാറാക്കാൻ വേണ്ടി അധികം വലുപ്പമില്ലാത്ത 2 പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി നടുക മുറിച്ച് ഇതിലെ പൾപ്പ് കോരിയെടുക്കണം. ഇപ്പോൾ പാല് തണുത്ത് കുറച്ചുകൂടി കുറുകിയിട്ടുണ്ട്. ഇതിന് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മാങ്ങയുടെ പൾപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇത് ഒട്ടും കട്ടയില്ലാതെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഇതിനെ അടച്ചു വെച്ച് ഫ്രീസറിൽ ഒരു 3 മണിക്കൂർ വെക്കണം. 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇത് ഫ്രീസറിൽ നിന്നും പുറത്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കണം. ഇതിനി അതേ കണ്ടെയ്നറിലേക്ക് തന്നെ ഒഴിച്ച് 9-10 മണിക്കൂർ വീണ്ടും ഫ്രീസറിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കണം. 10 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഐസ്ക്രീം ബോക്സ് പുറത്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. ഇതിനി ഒരു സ്പൂൺ കൊണ്ടോ ഐസ്ക്രീം സ്കൂപ്പ് കൊണ്ടോ കോരിയെടുക്കാം. പാലും മാങ്ങയും പഞ്ചസാരയും ഗോതമ്പ് പൊടിയും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയായ ഐസ്ക്രീം വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.